പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു. 20 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ 18ഇടത്ത് UDFും ഒരിടത്ത് LDFും ഒരിടത്ത് BJPയുമാണ് ജയിച്ചു കയറിയത്. ഈ 20 മണ്ഡലങ്ങളും വളരെ പ്രത്യേകത ഉള്ള മണ്ഡലങ്ങളായിരുന്നു. എന്നാൽ എറണാകുളം മണ്ഡലം അതിനേക്കാൾ പ്രത്യേകത നിറഞ്ഞ ഒരു മണ്ഡലം കൂടിയായിരുന്നു. അവിടെ ഇടതുപക്ഷത്തിൻ്റെതായിട്ട് മത്സരിച്ചത് ഷൈനി ടീച്ചറായിരുന്നു. എതിർ സ്ഥാനാർത്ഥി ഹൈബി ഈഡനും. ഹൈബി ഈഡൻ വൻ മാർജിനിലാണ് ഷൈനി ടീച്ചറിനെ തോൽപ്പിച്ചത്. എന്നാൽ ആ തോൽവിയിൽ മനംനൊന്ത് വീട്ടിലിരിക്കാതെ പിറ്റേ ദിവസം തന്നെ സ്കൂളിൽ ഹാജരാകുകയും കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഒരു മാധ്യമ പ്രവർത്തകൻ ഷൈനി ടീച്ചറിനെ സമീപിച്ചപ്പോൾ വളരെ മോട്ടിവേഷനായി ടീച്ചർ സംസാരിക്കുകയുണ്ടായി. ആ വീഡിയോ ഇന്ന് വൈറലായിരിക്കുകയാണ്. ആ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ മൊത്തത്തിൽ ആഹ്ലാദപൂർവ്വം കാണുകയാണ്, വളരെ ആദരപൂർവ്വം ഇന്ത്യയിലെ വോട്ടർമാരെ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കോട്ടയായ എറണാകുളത്ത് LDFിൻ്റെ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു ഷൈൻ ടീച്ചർ. പ്രചാരണ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നെങ്കിലും ടീച്ചറുടെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിൽ തോൽക്കാനായിരുന്നു ജനവിധി. എന്നാൽ പതിറ്റാണ്ടുകളായി പൊതുരംഗത്തുള്ള തുടർച്ചയായ 3ാം ടൈമിലും നോർത്ത് പറവൂർ മുനിസിപ്പൽ കൗൺസിലറായിരിക്കുന്ന KJ ഷൈൻ തോൽവിയെ മാതൃകാപരമായാണ് സമീപിക്കുന്നത്. ടീച്ചർ, എന്താണ് ഇത്ര വേഗത്തിൽ ഫലം വന്ന് പിറ്റേന്ന് തന്നെ തിരിച്ചു വരാനായിട്ട് തീരുമാനിക്കാനുള്ള കാരണം? അല്ല, ഫലം വന്ന് അന്ന് തന്നെ ഞാൻ വന്നു. ഞാനൊരു രാവിലെ അവിടെ ഒന്ന് പോകണമല്ലോ, കൗണ്ടിങ് സ്റ്റേഷനിൽ പോയി ഞങ്ങളുടെ പ്രവർത്തകരെയൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്നു. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് വന്നു. നമ്മളത് വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. കാരണം ഇപ്പോൾ 10ാം ക്ലാസ് റിസൾട്ട് അല്ലെങ്കിൽ +2ൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിയുമ്പോൾ പിള്ളേർ ചിലർ ആത്മഹത്യ, ഇതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുകയാണ്. അപ്പോൾ തോൽവി എന്ന് പറഞ്ഞാൽ ജീവിത അവസാനം വരെ നമ്മൾ ഈ ചലഞ്ചിനെ നേരിടണം. ജയവും തോൽവിയും ചേർന്നതാണ് ജീവിതം. അതെൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം.